ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ടക്കാര സെഷൻ്റെ ബാക്കി കാണാം. എപ്പിസോഡിൻ്റെ സ്റ്റാർട്ടിംഗ് സീനിൽ ടക്കാരയാണെങ്കിൽ അവൻ്റെ കയ്യിലുള്ള മാർബിൾസ് എല്ലാം എടുത്ത് തുടയ്ക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. പെട്ടെന്ന് അവൻ്റെ കണ്ണുകളാണെങ്കിൽ ടൈഷി വാങ്ങിക്കൊടുത്ത മാർബിൾസിലേക്ക് പോകുന്നു. അങ്ങനെ അത് നോക്കി ചിരിച്ചുകൊണ്ടിരിക്കുന്ന സമയം പെട്ടെന്നൊരു മാർബിളാണെങ്കിൽ താഴേക്ക് വീഴുകയാണ്. ആ സമയം അവനാണെങ്കിൽ കഴിഞ്ഞ എപ്പിസോഡിൻ്റെ അവസാനം കാണിച്ച ആ ലേഡിയെയും അതുപോലെ കുറച്ച് മാർബിൾസ് താഴേക്ക് വീഴുന്നതുമാണ് ഓർക്കുന്നത്. ആ സീൻ ഇവിടെ കട്ടാക്കിയിട്ട് അടുത്ത സീനിൽ പിറ്റേന്ന് ഹൈക്കിംഗ് ക്ലബ്ബാണ് കാണിക്കുന്നത്. ഇവർക്ക് സമ്മർ ബ്രേക്ക് തുടങ്ങാൻ പോവുകയാണ്. അതിൻ്റെ അവസാനത്തെ മീറ്റിംഗ് ആണ് ക്ലബ്ബിൽ നടക്കുന്നത്. അങ്ങനെ മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞ് പോകുന്ന സമയം ടക്കാരയാണെങ്കിൽ താൻ നാളെ തൻ്റെ അപ്പൂപ്പൻ്റെ കൂടെ ഹൈക്കിങ്ങിന് പോകുന്നുണ്ടെന്ന് അവരോട് പറയുകയാണ്. അങ്ങനെ സംസാരിച്ചൊക്കെ കഴിഞ്ഞ് പോകാനായിട്ട് ഇറങ്ങുന്ന സമയം ടക്കാര ഒരുമാതിരി ഇരിക്കുന്നത് കണ്ടിട്ട് ടൈസിനാണെങ്കിൽ ടക്കാര സീനിയർ എന്ന് വിളിച്ചിട്ട് സീനിയർ എല്ലാം ഓക്കെ അല്ലേ എന്ന് ചോദിക്കുന്നു. അത് കേട്ട ടക്കാരയാണെങ്കിൽ ടൈസിനെ ഒന്ന് നോക്കിയിട്ട് അവൻ്റെ തലമുടിയിൽ തടവിയാണ്. ടൈസിനാണെങ്കിൽ പെട്ടെന്ന് ഷോക്കായി പോവുകയാണ്. ഈ സമയം അവിടേക്ക് ശ്വാൻ വന്നിട്ട് ടക്കാരെ വിളിച്ചുകൊണ്ട് പോകുന്നു. വീട്ടിൽ ചെന്ന് കുക്ക് ചെയ്യുന്ന സമയം ടൈസിനാണെങ്കിൽ അമ്മയെ കോൾ ചെയ്യണ്. അമ്മ അവനോട് എക്സാം എങ്ങനെ ഉണ്ടായിരുന്നെന്നൊക്കെ ചോദിച്ചിട്ട് എപ്പോഴാണ് നീ വീട്ടിലേക്ക് വരുന്നതെന്ന് ചോദിക്കുന്നു. അപ്പോൾ ടൈസിൻ പറയുന്നു, അത് പിന്നെ അമ്മ, ഞാൻ എൻ്റെ ഫ്രണ്ട്സിനോട് പ്രോമിസ് ചെയ്തു പോയി നമുക്ക് ഒരുമിച്ച് ട്രിപ്പ് പോകാമെന്ന്, അതുകൊണ്ട് ഞാൻ നെക്സ്റ്റ് മന്ത് അവിടേക്ക് വരാമെന്ന്. അത് കേട്ട അമ്മ പറയുന്നു, നിൻ്റെ അച്ഛനും അനിയത്തിയും നിന്നെ വല്ലാണ്ട് മിസ് ചെയ്യുന്നുണ്ട്, അതുകൊണ്ടൊന്ന് വന്ന് മുഖം കാണിച്ചിട്ടെങ്കിലും പോയെന്ന്. അത് കേട്ടിട്ട് അവനാണെങ്കിൽ വന്ന് പറയുന്നുണ്ട്. പിറ്റേന്ന് ടൈസിനും ഫ്രണ്ട്സും കൂടി പുറത്ത് പോകുന്ന സമയം എമിരി ആണെങ്കിൽ വളരെ സന്തോഷത്തോടെ റൂറി തിരിച്ച് ഗ്രൂപ്പിലേക്ക് വന്നെന്ന് പറയുന്നു. ഈ സമയം തന്നെ ടൈസിൻ്റെ ഫോണിലേക്ക് ഒരു മെസ്സേജ് വരുന്നുണ്ട്. ആ മെസ്സേജ് എന്ന് പറയുന്നത് അവരെ ക്ലബ്ബിലുള്ള എല്ലാവരും കൂടി സ്പാർക്കിൾസ് പ്ലേ ചെയ്യാൻ പോവുകയാണെന്നാണ്. അപ്പോൾ ഈ കാര്യം അറിഞ്ഞിട്ട് എമിരി പറയുന്നുണ്ട്, ഓ എന്നോട് ശ്വാൻ അതിനെപ്പറ്റി പറഞ്ഞിരുന്നു, അതുമാത്രമല്ല ക്ലബ്ബിലെ മെമ്പേഴ്സ് അല്ലാത്തവർക്കും അതിൽ ജോയിൻ ചെയ്യാൻ കഴിയും, എന്താ നമുക്ക് പോയാലോ എന്നും ചോദിക്കുന്നു. അപ്പം നീന ചോദിക്കുന്നുണ്ട് എന്നാണതെന്ന്. ഈ സമയം ടൈസിനാണെങ്കിൽ ടക്കാര വരുന്നോ ഇല്ലേന്ന് മെസ്സേജ് ഇടുന്നത് നോക്കിയിരിക്കുകയാണ്. വീട്ടിൽ ചെന്നിട്ടും അത് തന്നെയാണ് നോക്കിയിരിക്കുന്നത്. അവിടെ ടക്കാരയാണെങ്കിൽ അപ്പൂപ്പനോടൊപ്പം ഹൈക്കിങ്ങിന് പോയിട്ട് വീട്ടിൽ തിരിച്ചു വരേണ്. ഈ സമയം അവൻ്റെ അമ്മയാണെന്ന് തോന്നുന്നു കോൾ ചെയ്യുന്നുണ്ട്. അവനാണെങ്കിൽ നല്ല ദേഷ്യത്തോടെയാണ് അവരോട് സംസാരിക്കുന്നത്. എന്നിട്ട് കോള് കട്ട് ചെയ്തിട്ട് ഗ്രൂപ്പ് നോക്കുമ്പോൾ ടൈസിനാണെങ്കിൽ ഞാനും വരുന്നുണ്ടെന്ന് മെസ്സേജ് അയച്ചിരിക്കുന്നു. അത് കാണുന്ന അവനാണെങ്കിൽ ചെറുതായിട്ട് ചിരിക്കുന്നുണ്ട്. പിറ്റേന്ന് അവർ പറഞ്ഞ സ്ഥലത്തേക്ക് പോകാനായിട്ട് ടൈസൻ നടക്കുന്ന വഴി ഒരു മണിയുടെ ശബ്ദം കേട്ടിട്ട് അതെന്താണെന്ന് പോയി നോക്കുന്നു. അപ്പോൾ അവിടെ ഒരു കൊച്ചു കുട്ടി നിൽക്കുന്നത് കാണുന്നു. അങ്ങനെ അവനാണെങ്കിൽ ആ കുട്ടിയോട് ചോദിക്കുന്നുണ്ട്, നീ ഒറ്റയ്ക്കാണോ ഇവിടേക്ക് വന്നത്, നിൻ്റെ അമ്മ എവിടെ, എൻ്റെ പേര് നക്കാനോ ടൈസൻ എന്നാണ്, നിൻ്റെ പേരെന്താണെന്നും ചോദിക്കുന്നു. അപ്പോൾ ആ കൊച്ചാണെങ്കിൽ പറയുന്നുണ്ട്, ഞാൻ എൻ്റെ പേര് സ്ട്രേഞ്ചേഴ്സിനോട് പറയില്ലെന്ന്. അപ്പോൾ ടൈസനാണെങ്കിൽ സോറി പറയുന്നു. ഈ സമയം തന്നെ അവിടേക്ക് ടക്കാര വരുന്നു. ടക്കാര ആ കൊച്ചിനോട് ചോദിക്കുന്നുണ്ട്, നീ എന്താ ഇവിടെ ചെയ്യുന്നത്, നിന്നെ കളഞ്ഞു പോയതാണോ എന്ന്. അപ്പോൾ അവൻ പറയുന്നു, എന്നെ കളഞ്ഞു പോയതൊന്നുമല്ല, ഞാൻ വീട്ടിൽ നിന്നും ഓടി വന്നതാണെന്ന്. അത് കേട്ട ടക്കാരയാണെങ്കിൽ അവരെ വിളിച്ച് അവിടെ പോയി ഇരിക്കുകയാണ്. അപ്പോൾ കൊച്ച് എന്തിനാണ് വീട്ടിൽ നിന്ന് ഇറങ്ങി വന്നതെന്ന് പറയുന്നു. അവൻ്റെ അമ്മ അവൻ്റെയോട് കളിക്കാമെന്ന് പ്രോമിസ് ചെയ്തിട്ട് ആ പ്രോമിസ് ബ്രേക്ക് ചെയ്ത്, അതുകൊണ്ടാണ് അവൻ വീട്ടിൽ നിന്ന് ഇറങ്ങി വന്നതെന്ന്. അത് കേട്ട ടൈസൻ ചോദിക്കുന്നുണ്ട്, നിൻ്റെ അമ്മ നിന്നെക്കുറിച്ച് ഓർത്ത് വറീഡ് ആകുകയായിരിക്കില്ലേ എന്ന്. അപ്പോൾ അത് കേട്ട ആ കുട്ടി പറയുന്നു, എൻ്റെ അമ്മയ്ക്ക് അമ്മയുടെ വർക്ക് കഴിഞ്ഞിട്ടേ ഞാനുള്ളെന്ന്. ഇതൊക്കെ കേട്ടോണ്ടിരിക്കുന്ന ടക്കാരയാണെങ്കിൽ ഒന്നും മിണ്ടാതെ അവിടെ നിന്ന് എണീറ്റ് പോയി ഒരു റാമോൻ എന്ന് പറയുന്ന ഒരു സോഡ പോലത്തെ ഒരു ഡ്രിങ്ക് വാങ്ങിക്കൊണ്ട് കൊടുക്കുന്നു. ടൈസിനാണെങ്കിൽ ആ ഡ്രിങ്കിൻ്റെ പൈസ കൊടുക്കാനായിട്ട് വരുന്നത് കണ്ടിട്ട് ടക്കാര പറയുന്നുണ്ട്, ഇതെൻ്റെ ട്രീറ്റ് ആയിട്ട് വെച്ചോ എന്ന്. എന്നിട്ട് ടക്കാരയാണെങ്കിൽ ആ കുട്ടിയുടെ കയ്യിൽ നിന്നും ബോട്ടിൽ വാങ്ങിയിട്ട് അത് തുറന്നു കൊടുക്കുകയാണ്. അവനാണെങ്കിൽ അത് കുടിച്ചിട്ട് നല്ല ഇഷ്ടമാകുന്നുണ്ട്. അപ്പം ടക്കാര പറയാണ്, നിൻ്റെ അമ്മയ്ക്ക് നിന്നേക്കാൾ വലുതാണല്ലേ നിൻ്റെ അമ്മയുടെ ജോലിയെന്ന്. അത് കേട്ടിട്ട് അവൻ പറയുന്നുണ്ട്, അങ്ങനെയല്ല, അമ്മ ബിസിയാണ്, അമ്മ എനിക്ക് വേണ്ടി കുക്ക് ചെയ്ത് തരും, അതുപോലെ അച്ഛനില്ല എന്നതുകൊണ്ടുള്ളൊരു ലോൺലി എനിക്ക് ഇതുവരെയായിട്ടും തോന്നിയിട്ടില്ലെന്ന്. ഇതൊക്കെ കേട്ടിട്ട് ടക്കാര പറയാണ്, നീ നിൻ്റെ അമ്മയെ അത്രത്തോളം കെയർ ചെയ്യുന്നുണ്ടെങ്കിൽ ഇനി ഇത് ആവർത്തിക്കരുതെന്ന് പറഞ്ഞിട്ട് അവൻ്റെ കയ്യിൽ നിന്ന് ആ ബോട്ടിൽ വാങ്ങിയിട്ട് അതിനുള്ളിലുള്ള മാർബിൾ അവനെടുത്ത് കൊടുക്കുകയാണ്. അപ്പം ടക്കാര ചെയ്യുന്നത് പോലെ തന്നെ ആകാശത്തേക്ക് ആ മാർബിൾ വെച്ച് അവൻ നോക്കുകയാണ്. ഇതൊക്കെ കണ്ടിട്ട് ടക്കാര ചിരിച്ചിട്ട് അവനോട് വാ നമുക്ക് വീട്ടിലേക്ക് പോകാമെന്ന് പറയുകയാണ്. അങ്ങനെ നടക്കുന്ന സമയം ആ കുട്ടിക്കാണെങ്കിൽ പോകാനുള്ള വഴി ഓർമ്മയില്ലെന്ന് പറയുന്നു. അങ്ങനെ അതിനുശേഷം അവൻ പറയുന്ന ഓരോ കാര്യങ്ങളൊക്കെ വെച്ച് ടൈസിന് മനസ്സിലാകുന്നുണ്ട് താൻ വന്ന വഴിയിലൂടെയാണ് അവൻ്റെ വീട്ടിലേക്ക് പോകാനുള്ളതെന്ന്. അങ്ങനെ അവസാനം ആ കുട്ടിയുടെ വീടിനടുത്ത് എത്തുമ്പോഴത്തേക്ക് അവൻ്റെ അമ്മയാണെങ്കിൽ അവനെ തിരക്കി അവിടെയെല്ലാം നടക്കുകയാണ്. അങ്ങനെ അവനാണെങ്കിൽ പറയുന്നുണ്ട്, അതാണ് എൻ്റെ അമ്മയെന്ന്. എന്നിട്ട് പെട്ടെന്ന് തന്നെ അമ്മയുടെ അടുത്തേക്ക് പോവുകയാണ്. അവനെ കണ്ട അമ്മയാണെങ്കിൽ പെട്ടെന്ന് തന്നെ അവനെ വന്ന് ഹഗ് ചെയ്ത് കരയാണ്. അപ്പോൾ അവനാണെങ്കിൽ അമ്മയോട് സോറി ചോദിച്ചിട്ട് ഇവരാണ് എന്നെ ഇവിടേക്ക് കൊണ്ടുവന്നാക്കിയതെന്ന് പറയാണ്. അപ്പോൾ അമ്മയാണെങ്കിൽ അവരോട് അത് കേട്ട അമ്മയാണെങ്കിൽ അവരോട് താങ്ക്സ് പറയാണ്. അങ്ങനെ ആ കുട്ടിയാണെങ്കിൽ അമ്മയുടെ കയ്യിലേക്ക് ആ ബോട്ടിൽ നിന്ന് കിട്ടിയ മാർബിൾ കൊടുക്കുകയാണ്. അമ്മയ്ക്കാണെങ്കിൽ നല്ല സന്തോഷമാകുന്നുണ്ട്. അമ്മ ഇത് നല്ല ഭംഗിയുണ്ട്, നീ എനിക്ക് വേണ്ടി കൊണ്ടുവന്നതാണ്, താങ്ക്സ് എന്നൊക്കെ പറയുകയാണ്. എന്നിട്ട് അവനെ ഹഗ് ചെയ്യുന്നുണ്ട്. ഈ സമയം വളരെ വിഷമത്തോടെ അവനാണെങ്കിൽ ആ ലേഡിയെ തന്നെ ഓർക്കുകയാണ്. ആ ലേഡി മറ്റാരുമല്ല അവൻ്റെ അമ്മയാണ്.
കാണിക്കുകയാണ്. അവരുടെ കയ്യിൽ അവൻ കൊണ്ടുപോയി മാർബിൾ കൊടുക്കുന്ന സമയത്ത് അവർ ഗ്ലാസ് ആർട്ടിഫിഷ്യൽ ആണെന്ന് പറഞ്ഞിട്ട് അത് തറയിലിട്ടിട്ട് പോവുകയാണ് ചെയ്യുന്നത്. അതോർക്കുന്ന ടക്കാരയുടെ കണ്ണുകൾ നിറയുന്നുണ്ട്. ആ കാര്യം ടൈസിനാണെങ്കിൽ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. രാത്രി കുട്ടിയോട് ബൈ പറഞ്ഞിട്ട് പോകാനൊരുങ്ങുന്ന സമയം ടൈസിൻ്റെ ചെരുപ്പ് പൊട്ടിപ്പോകുന്നു. അങ്ങനെ ടക്കാര ടൈസിനെ അവൻ്റെ തോളിൽ കയറ്റി കൊണ്ട് പോകാമെന്ന് പറയുന്നു. അപ്പം ടൈസിൻ പറയുന്നുണ്ട്, അയ്യോ ഇത് നല്ലൊരു ഐഡിയ ആയിട്ട് തോന്നുന്നില്ല, വേണ്ടെന്ന്. അപ്പം ടക്കാര പറയുന്നു, വെറുതെ നീ എൻ്റെ ടൈം വേസ്റ്റ് ചെയ്യാതെ വാ, എൻ്റെ കയ്യിൽ വേറെ ചെരുപ്പുണ്ടെന്ന്. അങ്ങനെ പോകുന്ന വഴി ടൈസിൻ ചോദിക്കുന്നുണ്ട്, ഓ നല്ല ഇരുട്ടായല്ലേന്ന്. അപ്പം ടക്കാര പറയുന്നു, അവരെല്ലാവരും ഇപ്പോൾ പ്ലേ ചെയ്ത് തുടങ്ങിക്കാണുമെന്ന്. അങ്ങനെ ടൈസിൻ പറയുന്നു, സീനിയർ നിങ്ങളൊരു കൈൻഡായ പേഴ്സൺ ആണ്. ആ കുട്ടിക്ക് ആ സോഡയും അതുപോലെ മാർബിളും കൊടുത്തപ്പോൾ അവന് ഭയങ്കരമായിട്ട് ഹാപ്പി ആയെന്ന്. അപ്പം ടക്കാരയാണെങ്കിൽ ഭയങ്കരമായിട്ട് ചിരിക്കുകയാണ്. അപ്പം ടൈസിൻ ചോദിക്കുന്നുണ്ട്, അല്ല സീനിയറിന് എന്താ മാർബിൾസ് ഇഷ്ടമെന്ന്. അത് കേട്ട ടക്കാര പറയുന്നു, അതിന് കാരണം അവർ റിയൽ തിങ്സിനേക്കാൾ ബ്യൂട്ടിഫുൾ ആണെന്ന്. ഇവരിങ്ങനെ സംസാരിച്ച് എത്തേണ്ട സ്ഥലത്ത് എത്തുകയാണ്. അപ്പോൾ ഇവരെ കണ്ടുടനെ അവർ ചോദിക്കുന്നുണ്ട്, അല്ല നക്കാനോ നിനക്ക് എന്ത് പറ്റിയെന്ന്. അപ്പം ടക്കാര പറയുന്നു, അത് പിന്നെ അവൻ്റെ ഒരു ചെരുപ്പ് പൊട്ടിപ്പോയി അത്രേ ഉള്ളെന്ന്. അതിനുശേഷം ടൈസിനാണെങ്കിൽ ടക്കാര കൊടുത്ത ഷൂ ഇട്ടുകൊണ്ട് വരികയാണ്. അവൻ വന്ന് നോക്കുമ്പോഴത്തേക്ക് എല്ലാവരും കപ്പിളായിട്ടാണ് നിൽക്കുന്നത്. അങ്ങനെ അവനാണെങ്കിൽ പെട്ടെന്ന് ടക്കാര ഒറ്റയ്ക്കിരിക്കുന്നത് കണ്ടിട്ട് ടക്കാരയുടെ അടുത്തേക്ക് ചെന്നിട്ട് ചോദിക്കുന്നുണ്ട്, സാധാരണ കപ്പിളൊക്കെ ഒരുമിക്കാറുള്ളത് സമ്മർ ബ്രേക്ക് സമയത്താണല്ലേ എന്ന്. അത് കേട്ട ടക്കാര ആയിരിക്കും എന്നുള്ള രീതിയിൽ സംസാരിക്കുകയാണ്. അപ്പോൾ ടൈസൺ ചോദിക്കുന്നുണ്ട്, അല്ല സീനിയർ നല്ല പോപ്പുലർ അല്ലേ, പിന്നെ എന്താ ആരെയും ഡേറ്റ് ചെയ്യാത്തതെന്ന്. ടക്കാര എന്തോ പറയാനായിട്ട് വരുന്ന സമയം അവനെ കവായ മൊമോക്കോ എന്ന് പറയുന്ന ഒരാൾ വിളിക്കുന്നു. അവനാണെങ്കിൽ ആ കോൾ അറ്റൻഡ് ചെയ്യാതെ പെട്ടെന്ന് തന്നെ അവിടെ നിന്നും പോകുന്നു. ടൈസനാണെങ്കിൽ അത് ആരായിരിക്കും വിളിച്ചതെന്ന് തന്നെ ചിന്തിച്ചുകൊണ്ട് നെഞ്ചിൽ കൈവച്ചിട്ട് എന്ത് ഫീലിംഗ് ആണിതെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അടുത്ത സീനിൽ അവരെ സമ്മർ വെക്കേഷനൊക്കെ കഴിഞ്ഞതായിട്ടാണ് കാണിക്കുന്നത്. ടക്കാരയെ ആ കവായ എന്ന വ്യക്തി വീണ്ടും വിളിക്കുന്നു. അവൻ ആ കോൾ അറ്റൻഡ് ചെയ്തോ ഇല്ലെന്ന് കാണിക്കുന്നില്ല. ടൈസനാണെങ്കിൽ കോളേജിലേക്ക് പോകുന്ന വഴി അവൻ്റെ ഫ്രണ്ട്സിനെ കാണുന്നു. അപ്പോൾ എമിരി പറയുന്നുണ്ട് സമ്മർ ബ്രേക്ക് വളരെ ഷോർട്ടായിരുന്നെന്ന്. ഈ സമയം നീനയാണെങ്കിൽ അന്ന് അവരെടുത്ത ഫോട്ടോസ് അവരുടെ കയ്യിലേക്ക് കൊടുക്കുകയാണ്. അപ്പോൾ ടക്കാരയോടൊപ്പമുള്ള ഫോട്ടോ കണ്ടിട്ട് ടൈസനാണെങ്കിൽ വളരെ സന്തോഷമാകുന്നുണ്ട്. എമിരി വന്നിട്ട് ചോദിക്കുന്നുണ്ട് ടക്കാരയോടൊപ്പമുള്ള ഫോട്ടോ കിട്ടിയോ എന്ന്. അപ്പോൾ അവനാണെങ്കിൽ ആ എന്ന് പറയുന്നു. അങ്ങനെ പിന്നെ അവർ വീണ്ടും ഹൈക്കിംഗ് ക്ലബ്ബിൽ ഇരിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. അപ്പം നാൻസി പറയുന്നുണ്ട് നമ്മുടെ പുതിയ സെമസ്റ്റർ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്, അതുകൊണ്ട് തന്നെ നാളെ നമ്മൾ മൗണ്ട് ടക്കാവൂൽ ഹൈക്കിങ്ങിന് പോകുന്നുണ്ടെന്ന്. അത് കേട്ട് എല്ലാവർക്കും ആണെങ്കിൽ ഭയങ്കരമായിട്ട് സന്തോഷമാകുകയാണ്. ഈ സമയം ടക്കാരയുടെ ഫോണിൽ ഒരു കോൾ വരുന്നു. അവനാണെങ്കിൽ അത് അറ്റൻഡ് ചെയ്തിട്ട് ടക്കാര ഷ്വാനോട് ഞാൻ പോയി സംസാരിച്ചിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്നും പോവുകയാണ്. ഇത് കണ്ട ടൈസിനെ സസൂക്കി അവനെ തന്നെ നോക്കുന്നുണ്ട്. അപ്പോൾ സസൂക്കി നാൻസിയോട് ചോദിക്കുന്നുണ്ട്, അല്ല അവനെ ആരായിരിക്കും വിളിച്ചതെന്ന്. അപ്പം നാൻസി പറയുന്നുണ്ട് അവൾക്കറിയത്തില്ലെന്ന്. അപ്പോൾ ഷ്വാൻ പറയുന്നു അതാരാണെന്ന് എനിക്കറിയാം, ഞാൻ അതിൽ നിന്നൊരു വുമൻ്റെ വോയിസാണ് കേട്ടത്, അതും ഓൾഡ് ലേഡിയാണെന്നാണ് തോന്നുന്നതെന്ന്. അത് കേട്ട സസൂക്കി അയ്യോ ഓൾഡ് ലേഡിയോ എന്നും പറഞ്ഞ് അവിടെ നിന്ന് എന്തൊക്കെയോ പറയണ്. അപ്പോൾ ടൈസിന് നല്ല ടെൻഷൻ ആകുന്നുണ്ട്. എന്നിട്ട് ടൈസിനാണെങ്കിൽ അന്ന് ടക്കാരയുടെ ഫോണിൽ വന്ന കോളാണ് ഓർക്കുന്നത്. അങ്ങനെ അവിടെ നിന്നും പോകുന്ന വഴിയും ആ കാര്യം തന്നെ ഓർത്തിട്ട് സീനിയർ അവളെ മിസ് ചെയ്യുന്നുണ്ടോ എന്ന് പറഞ്ഞ് നടക്കുകയാണ്. ഈ സമയം ടക്കാരയെ കാണുന്നു. ടക്കാര ചോദിക്കുന്നുണ്ട് ആ മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞോ എന്ന്. അപ്പോൾ ടൈസൺ പറയുന്നു പിന്നെ നാളെ 9 മണിക്ക് ഹൈക്കിങ്ങിന് പോകുന്നുണ്ടെന്നും പറയുന്നു. എന്നിട്ട് ചോദിക്കുകയാണ് പിന്നെ സീനിയറിന് ഒരുപാട് കോൾസ് വരുന്നുണ്ടല്ലോ, ആരാ കോൾ ചെയ്യുന്നതെന്ന്. അത് കേട്ട ടക്കാര ദേഷ്യത്തോടെ തന്നെ അത് നിൻ്റെ കാര്യമല്ലെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്നും പോകുന്നു. ടൈസനാണെങ്കിൽ രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ അവനാണെങ്കിൽ ഉറക്കം വരുന്നതേ ഇല്ല. അവിടെ ടക്കാരയാണെങ്കിൽ അവൻ്റെ ഗ്രാൻഡ് പ കോൾ ചെയ്യണ്. അവനെ ആരാണ് കോൾ ചെയ്തതെന്ന് നോക്കാതെ എടുക്കുന്നത് കൊണ്ട് തന്നെ അത് ഗ്രാൻഡ് പയാണെന്ന് അറിയാതെയാണ് സംസാരിക്കുന്നത്. ഇവൻ ദേഷ്യപ്പെട്ട് സംസാരിക്കുന്നത് കേട്ടിട്ട് അപ്പം ചോദിക്കുന്നുണ്ട് ടക്കാര എന്താ പ്രശ്നം, നിന്റെ സൗണ്ട് നല്ല ദേഷ്യത്തിലാണല്ലോ എന്ന്. ഗ്രാൻഡ് പേയുടെ സൗണ്ട് കേട്ടിട്ട് അവൻ ചോദിക്കുന്നുണ്ട് അയ്യോ അപ്പൂപ്പനായിരുന്നു എന്ന്. അപ്പൂപ്പൻ പറയുന്നു അതെ, എന്താ നീ ചെക്ക് ചെയ്യാതെയാണോ കോൾ അറ്റൻഡ് ചെയ്തത്, എന്ത് പറ്റി, നീ ഓക്കെ ആണോ എന്ന്. അപ്പം അവൻ പറയുന്നു ഞാൻ ഓക്കെ ആണെന്ന്. അപ്പം അപ്പൂപ്പൻ ചോദിക്കുന്നുണ്ട് നിന്റെ ശബ്ദം കേട്ടിട്ട് അങ്ങനെ തോന്നുന്നില്ലല്ലോ, എന്താ ഫ്രണ്ടിനോട് വഴക്കിട്ടോ എന്ന്. അപ്പം അവൻ പറയുന്നു അങ്ങനെയൊന്നും ഇല്ലെന്ന്. അപ്പം അപ്പൂപ്പൻ പറയുന്നു നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയുന്നു. ആ സീൻ അവിടെ കട്ടാക്കിയിട്ട് അടുത്ത സീനിൽ ടൈസിനെയാണ് കാണിക്കുന്നത്. ടൈസിനാണെങ്കിൽ ഉറങ്ങാതെ കണ്ണ് തുറന്ന് കിടന്നിട്ട് പറയാണ് അയ്യോ ഞാൻ ഒട്ടും തന്നെ ഉറങ്ങിയിട്ടില്ലെന്ന്. പിന്നെ എങ്ങനെയൊക്കെയോ ഉറക്കമൊക്കെ കളഞ്ഞിട്ട് ഹൈക്കിങ്ങിന് പോകാനായിട്ട് റെഡിയായി ഇറങ്ങിയാണ്. ഈ സമയം ടക്കാര ഗ്രൂപ്പിലൊരു മെസ്സേജ് അയക്കുന്നുണ്ട് അവന് പനി ആയതുകൊണ്ട് അവൻ ഇന്ന് വരത്തില്ലെന്ന്. അത് കണ്ട ടൈസിനാണെങ്കിൽ അവൻ മരിച്ചു പോകാനായിട്ട് കിടക്കുന്നത് പോലെയൊക്കെ ചിന്തിച്ചിട്ട് പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് ഓടി ടക്കാരയെ കാണാനായിട്ട് പോവുകയാണ്. അതാ പോകുന്ന സമയം കുറേ സാധനങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ടാണ് പോകുന്നത്. വീടിൻ്റെ സ്റ്റെപ്പ് കയറി മുകളിലെത്തുന്ന സമയത്ത് ടക്കാരയെ കാണാനായിട്ട് അവിടെ ഒരു ലേഡി വന്നിട്ടുണ്ടായിരുന്നു. അവരാണെങ്കിൽ
എന്തൊക്കെയോ സംസാരിക്കുന്നതും കേൾക്കുന്നു. അങ്ങനെ ടക്കാരയുടെ ഗേൾ ഫ്രണ്ട് ആയിരിക്കും അതെന്ന് ചിന്തിച്ചിട്ട് അവനാണെങ്കിൽ അവിടെ മാറി നിൽക്കുകയാണ്. അപ്പോൾ അവർ പറയുകയാണ്, ടക്കാര നീ എന്താ ഇങ്ങനെ ബിഹേവ് ചെയ്യുന്നത്, ഞാൻ കോൾ ചെയ്താൽ അറ്റൻഡ് ചെയ്യില്ല, എൻ്റെ റീസൺ പോലും കേൾക്കുന്നില്ല, എനിക്ക് നീ മാത്രമല്ലേ ഉള്ളെന്ന്. അത് കേട്ട ടക്കാരയാണെങ്കിൽ നിങ്ങൾ ചുമ്മാ ഓരോന്ന് പറയാതെ ഇവിടെ നിന്ന് പോകാൻ നോക്കെന്ന് പറയുകയാണ്. അത് കേട്ട അവരാണെങ്കിൽ നീ എപ്പോഴും ഇതുപോലെ തന്നെയാണ്, നിനക്ക് ആരുടെ വിഷമവും മനസ്സിലാകില്ല, അതുപോലെ ആരെങ്കിലും ട്രബിളിലാണെങ്കിലും നീ അവരെ ഹെൽപ്പ് ചെയ്യില്ല, നീ ഒരു കഠിന ഹൃദയനാണെന്ന് പറയുകയാണ്. ഇത് കേട്ട ടൈസിൻ പറയുന്നു, ടക്കാര സീനിയർ കഠിന ഹൃദയനൊന്നും അല്ല, സീനിയർ നല്ല കൈൻഡായ വ്യക്തിയാണ്, എന്നെ ഒരുപാട് തവണ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടെന്നും പറഞ്ഞ് അവനെ ഹെൽപ്പ് ചെയ്ത ഓരോ കാര്യങ്ങളായിട്ട് പറയുകയാണ്. എന്നിട്ട് ടക്കാരയുടെ അടുത്തേക്ക് ചെന്നിട്ട് ടക്കാര സീനിയറിന് ഇപ്പോൾ കോൾഡാണ്, ഞാൻ അവനെ കെയർ ചെയ്യാനായിട്ടാണ് ഇവിടേക്ക് വന്നത്, നിങ്ങൾ പറഞ്ഞൊക്കെ കഴിഞ്ഞെങ്കിൽ ഇവിടെ നിന്നൊന്ന് പോകുമോ എന്ന്. അപ്പം ടക്കാര ഇത് കേട്ടിട്ട് അവരോട് പറയുന്നുണ്ട്, ഇനി നിങ്ങൾ വീണ്ടും ഇവിടേക്ക് വരരുതെന്ന്. ഇത് കേട്ടിട്ട് ദേഷ്യം വന്ന അവരാണെങ്കിൽ വീണ്ടും നീ കഠിന ഹൃദയനാണെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്നും പോകുന്നു. അത് കേട്ട ടൈസിനാണെങ്കിൽ നിങ്ങൾ എന്താ പറഞ്ഞത്, സീനിയർ അങ്ങനെ ഒരു വ്യക്തിയല്ലെന്ന് പറഞ്ഞിട്ട് അവരെ പിന്നാലെ പോവുകയാണ്. ഇത് കണ്ട ടക്കാരയാണെങ്കിൽ അവനെ അവിടെ പിടിച്ചു നിർത്തുന്നുണ്ട്. അപ്പം ടൈസിൻ ചോദിക്കുന്നുണ്ട്, അല്ല ആ ലേഡി ആരാണെന്ന്. അത് കേട്ട ടക്കാര പറയുന്നു, അതെൻ്റെ അമ്മയാണെന്ന്. അത് കേട്ട ടൈസിനാണെങ്കിൽ ഗിൽറ്റി ആയിട്ട് തോന്നുന്നുണ്ട്, കാരണം അമ്മയോടല്ലേ റൂഡായിട്ട് സംസാരിച്ചത്. അപ്പം ടൈസിൻ പറയുന്നുണ്ട്, ഞാൻ ഇപ്പോൾ തന്നെ അമ്മയോട് പോയി സോറി ചോദിക്കാമെന്ന്. അപ്പം ടക്കാര പറയുന്നു, അതിൻ്റെ ഒന്നും ആവശ്യമില്ല, പിന്നെ നീ എന്തിനാ ഇവിടേക്ക് ഇപ്പോൾ വന്നതെന്ന്. അപ്പം ടൈസിൻ പറയുന്നു, അത് പിന്നെ സീനിയർ പറഞ്ഞായിരുന്നല്ലോ സീനിയറിന് കോൾഡാണെന്ന്. അത് കേട്ടപ്പോൾ ഞാൻ വറീഡായി അതാ വന്നത്, പിന്നെ ഞാൻ ഒരുപാട് വെജിറ്റബിൾസും അതുപോലെ മെഡിസിനൊക്കെ വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ടെന്നും പറഞ്ഞ് അതിൽ നിന്ന് എടുക്കാനായിട്ട് പോവുകയാണ്. അത് കേട്ട ടക്കാര പറയുന്നുണ്ട്, നീ എൻ്റെ അമ്മയേക്കാൾ എന്നെ കെയർ ചെയ്യുന്നുണ്ടെന്ന്. അപ്പം ടൈസിനാണെങ്കിൽ വീണ്ടും അവനോട് സോറ് ചോദിക്കുന്നു. അപ്പം ടക്കാര പറയുന്നുണ്ട്, അങ്ങനെ സോറ് ചോദിക്കേണ്ട ആവശ്യമൊന്നുമില്ല, കാരണം എൻ്റെ അമ്മ ഇതുവരെയും എന്നെ ഇതുപോലെ ട്രീറ്റ് ചെയ്തിട്ടില്ല, പിന്നെ എൻ്റെ കഥ പറയാനാണെങ്കിൽ അതൊരു ബോറിങ് സ്റ്റോറിയാണെന്ന്. അപ്പോൾ അത് കേട്ടിട്ട് ടൈസിൻ പറയുന്നുണ്ട്, എനിക്ക് സീനിയറിനെ പറ്റി എല്ലാം അറിയണമെന്നുണ്ട് പറയുന്നു. അങ്ങനെ ടക്കാര അവൻ്റെ കഥ പറയാണ്. അവൻ്റെ അമ്മയും അച്ഛനും എപ്പോഴും വഴക്കായിരുന്നു, അത് അമ്മയെ കാരണമായിരുന്നു വഴക്കുണ്ടാകുന്നത്. അവൻ്റെ അമ്മയ്ക്ക് അച്ഛൻ സമ്പാദിക്കുന്ന പണം മുഴുവനും ചിലവഴിക്കണം, പക്ഷെ അച്ഛൻ അങ്ങനെ ആയിരുന്നില്ല. ആ സമയത്തും അവന് ഏക ആശ്വാസം എന്ന് പറയുന്നത് അവൻ്റെ അപ്പൂപ്പനായിരുന്നു. ഒരു ദിവസം ഇങ്ങനെ വഴക്കിടുന്നതിൻ്റെ ഇടയ്ക്ക് അവൻ്റെ അപ്പൂപ്പൻ വന്നിട്ട് അവനെ പുറത്തേക്ക് കൊണ്ടുപോവുകയാണ്. എന്നിട്ട് ആ സോഡ വാങ്ങിച്ചു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ആ കുപ്പിയുടെ അകത്തുള്ള മാർബിൾ എടുത്ത് കൊടുത്തിട്ട് അവനോട് പറയാണ്, ഈ ഗ്ലാസ്സിനെ പോലെ ആയിരിക്കണം എപ്പോഴും നമ്മുടെ മനസ്സ് ബ്യൂട്ടിഫുൾ ആയിരിക്കണമെന്ന്. അപ്പൂപ്പൻ വാങ്ങിച്ചു കൊടുത്ത ആ കുപ്പിയിൽ നിന്ന് കിട്ടിയ ഗോലി എടുത്തുകൊണ്ട് പോയി അവനാണെങ്കിൽ അമ്മയുടെ കയ്യിലേക്ക് കൊടുക്കുകയാണ്. അപ്പോൾ അവൻ്റെ അമ്മയാണെങ്കിൽ എനിക്ക് ഇതുപോലുള്ള ചീപ്പ് തിങ്സ് ഒന്നും ഇഷ്ടമല്ലെന്ന് പറഞ്ഞിട്ട് അവരവിടെ നിന്നും പോകുന്നു. എന്നിട്ട് ടക്കാര പറയാണ്, പിന്നെ അവർ രണ്ടുപേരും ഡിവോഴ്സായി, അച്ഛനാണ് എന്നെ വളർത്തിയത്, എന്നാലും അമ്മ എപ്പോഴും പണം ചോദിച്ചുകൊണ്ടേ ഇരിക്കുമെന്ന്. അത് കേട്ട ടൈസിൻ സോറ് പറയുന്നുണ്ട് പഴയ കാര്യങ്ങളൊക്കെ ഓർമ്മിപ്പിച്ചതിന്. അപ്പം ടക്കാര പറയുന്നു, അത് കുഴപ്പമില്ല, പിന്നെ ഞാൻ നിന്നോട് സോറ് ചോദിക്കുന്നു ഇന്നലെ അങ്ങനെ സംസാരിച്ചതിനെന്ന്. എന്നിട്ട് അവൻ പറയുന്നുണ്ട്, എൻ്റെ അമ്മയ്ക്കും എനിക്കും ഒരു കോമൺ ആയിട്ടുള്ള കാര്യമുണ്ട്, ഞാനത് എപ്പോഴും വെറുക്കുന്നുണ്ടെന്ന്. അത് കേട്ട ടൈസിൻ ചോദിക്കുന്നു, കോമണോ, അത് എന്നോട് പറയുമെന്ന്. അപ്പം ടക്കാര പറയാനായിട്ട് തുടങ്ങുന്ന സമയം ടൈസിൻ്റെ മുഖം ഒരുമാതിരി ഇരിക്കുന്നത് കണ്ടിട്ട് അവനാണെങ്കിൽ നെറ്റി തൊട്ട് നോക്കിയാണ്. അപ്പം അവൻ്റെ മുഖം നല്ല ചൂടായതുകൊണ്ട് ചോദിക്കുന്നുണ്ട്, നിൻ്റെ മുഖം നല്ല വാമായിട്ടിരിക്കുന്നല്ലോ എന്ന്. അപ്പം ടൈസിൻ പറയുന്നു, അത് പിന്നെ എന്നെ കുറച്ച് കാര്യങ്ങൾ ബോധർ ചെയ്യുന്നത് കൊണ്ട് എനിക്കങ്ങനെ ഉറങ്ങാൻ കഴിഞ്ഞില്ലെന്ന്. അത് കേട്ട ടക്കാരയാണെങ്കിൽ പെട്ടെന്ന് തന്നെ അവനെ ഉറങ്ങാനായിട്ട് കിടത്തുകയാണ്. ഇതിപ്പോൾ ടക്കാരയെ നോക്കാനായിട്ട് വന്നിട്ട് ടക്കാര അവനെ തിരിച്ചു നോക്കേണ്ട അവസ്ഥ ആയിരിക്കുകയാണ്. അങ്ങനെ ഉറങ്ങാതെ അവനാണെങ്കിൽ ടക്കാരയോട് ഓരോ കാര്യങ്ങൾ പറയാണ്. സീനിയർ, നിങ്ങൾ നല്ല കൈൻഡായ ഒരു വ്യക്തിയാണ്, അതുപോലെ നിങ്ങളെ കാണാൻ കഴിഞ്ഞത് എൻ്റെ ഭാഗ്യമാണ്, അതുമാത്രമല്ല നിങ്ങൾ എൻ്റെ ഫാമിലിയിലെ ഒരു മെമ്പറോ അല്ലെങ്കിൽ എൻ്റെ ഫ്രണ്ടോ അങ്ങനെ ഒന്നുമല്ല, ഇത് എന്ത് തരത്തിലുള്ള അഫെക്ഷൻ ആണെന്നും അവൻ ചോദിക്കുന്നു. ഇത്രയും പറഞ്ഞിട്ട് ടൈസിനാണെങ്കിൽ ഉറങ്ങിയാണ്. ടക്കാരയാണെങ്കിൽ നോക്കുന്നുണ്ട് ഇവ ഉറങ്ങിയുമെന്ന്. അങ്ങനെ ഇവ ഉറങ്ങിയത് കണ്ടിട്ട് അവനാണെങ്കിൽ ചിരിച്ചുകൊണ്ട് അവിടെ നിന്നും പോവുകയാണ്. അപ്പോൾ നമുക്ക് ഇതിന് ശേഷമുള്ളത് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ലൈക്ക് അടിച്ചേക്കണേ, അതുപോലെ എന്തെങ്കിലും ഒരു കമൻറ്റ് ഇട്ടേക്കണേ, പിന്നെ എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ സബ്സ്ക്രൈബ് കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഓക്കെ, ബൈ ബൈ.